എന്തെങ്കിലും ഞങ്ങളെ മയക്കാനായിട്ട് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? കിട്ടിയ പടം അത് മമ്മൂക്കയായിട്ട് പടം അതല്ലേ? അതെ, തീർച്ചയായും തീർച്ചയായും. പടത്തിന്റെ ഓഡിഷൻ ദുബായിൽ വെച്ചിട്ടായിരുന്നു. മഹേഷ് സർ തന്നെയാണ് ഓഡിഷൻ ചെയ്തത്. പിന്നീട് തിയേറ്ററിൽ കണ്ടപ്പോൾ കിട്ടിയ ഒരു സന്തോഷം എന്തുവായിരുന്നു? നമ്മളുടെ ഫേസ് ആ സ്ക്രീനിൽ നമ്മുടെ പെർഫോമൻസ് കാണുമ്പോൾ അതൊരു മിക്സ്ഡ് ഇമോഷൻസ് ആണ്. അത് ഒരൊറ്റ ഇമോഷനായിട്ട് പറയാൻ പറ്റില്ല. നെർവസ്നെസ്, ഫിയർ, ഹാപ്പിനെസ്, പിന്നെ അത്രയും ഇയേഴ്സിന്റെ ഒരു മമ്മൂക്ക. അത് പേടിയായിരുന്നു, സന്തോഷമായിരുന്നു, എന്തുവായിരുന്നു? ഞാൻ മമ്മൂക്കനെ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് ഇതിന്റെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ്. ജൽവ കണ്ടറിഞ്ഞ് അടുത്തറിഞ്ഞ മമ്മൂക്ക എന്താണ്? അഭിനയം മാത്രമല്ല, ജോലിയുണ്ട്. ഇപ്പോ ഐ തിങ്ക് നസ്ലിൻ ഒരു ഇൻട്രസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ ആക്ടിങ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സെല്ലുലോഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പാട്രിയറ്റ് എന്ന സിനിമയിലെ അഭിനേത്രി ജൽവയാണ് എന്നപ്പോൾ. നമസ്കാരം. നമസ്കാരം. എന്നാ ഉണ്ട് വിശേഷം? നല്ല വിശേഷം. എന്താണ് വിശേഷം? എന്തെങ്കിലും ഞങ്ങളെ മയക്കാനായിട്ട് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? സാധ്യതയുണ്ട്. അപ്പൊ ഒന്ന് പേടിക്കണം. അതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. പക്ഷെ സിനിമ ഒരു സ്വപ്നമായിരുന്നു. പല ഓഡിഷന് പോകുന്നു, അവിടുന്ന് റിജക്റ്റ് ആവുന്നു. പക്ഷെ കിട്ടിയ പടം അത് മമ്മൂക്കയായിട്ട് പടം അതല്ലേ? അതെ, തീർച്ചയായും തീർച്ചയായും. ഈ പടത്തിലോട്ട് വരുന്നത് എങ്ങനെയാ? പടത്തിലോട്ട് ഇതിൽക്കൊരു ഇൻട്രസ്റ്റ് തോന്നിയത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ്. തോന്നാൻ കാരണം അതൊരു ഇൻസിഡന്റ് സംഭവിച്ച് വെച്ചിട്ട് എനിക്ക് ഇതിലോട്ടൊരു ചാഞ്ചാട്ടം വന്നതാണ്. ഇൻസിഡന്റിനെ കുറിച്ച് പറയണം. പിന്നെ അറിയാനല്ലേ. ഓക്കെ, ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനൊരു കാസ്റ്റിംഗ് കോള് കണ്ടു. ഞാൻ ഡ്രാമ, അങ്ങനത്തെ ഡാൻസ് ഫെസ്റ്റിവൽസ് അങ്ങനത്തെയിലൊക്കെയാണ് കൂടുതൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. സ്കൂൾ കോളേജ്. പക്ഷേ ഇങ്ങനൊരു അഭിനയം പെർസ്യൂ ചെയ്തിട്ടില്ല. പിന്നെ ആ ടൈമിൽ ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് കണ്ടു. അപ്പോൾ അതെനിക്ക് വേറൊരാൾ അയച്ചു തന്നതാണ്. ഇതിന് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുന്നൊക്കെ പറഞ്ഞ ഒരു കളിയാക്കി അയച്ചു തന്നതാണ്. അപ്പോൾ ഞാനും എന്നാൽ ശരി എന്ന് പറഞ്ഞു വെറുതെ അയച്ചു കൊടുത്തതാ. അവരതിനകത്ത് കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തു. പക്ഷെ സെലക്ട് ആയി. അത് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ട് എത്തി, തേർഡ് റൗണ്ട് എത്തി, ഫൈനൽ റൗണ്ട് എത്തി. ഞാൻ ഇവിടെ എത്തിയോ? അത് കഴിഞ്ഞ് അതിന് ഫൈനൽ ഡേറ്റ് തന്ന ദിവസം എനിക്ക് വയ്യായിരുന്നു. ഞാൻ നന്നായി പെർഫോം ചെയ്തില്ല. അപ്പോൾ എന്തായാലും കിട്ടില്ല. എന്നാലും 2 days കഴിഞ്ഞ് വിളിച്ചു പറഞ്ഞു കിട്ടിയില്ല എന്ന് പറഞ്ഞു. അതും ഈ മൂവി എന്ന് പറയുന്നത് മലയാളത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ഓഡിയൻസും നല്ല റിവ്യൂസും നല്ല അടിപൊളിയായിട്ട് എല്ലാവരും സ്വീകരിച്ചൊരു മൂവിയാണ്. അത് നോട്ട് ചെയ്യണം. പറയൂല, ചോദിക്കണ്ട, അത് ചോദിക്കണ്ട. അത് കഴിഞ്ഞ് പക്ഷെ ഇതെന്നെ വിളിച്ച് പറഞ്ഞു. അപ്പം ഞാൻ ഭയങ്കര ഷാറ്റഡായി. കരയ, 2 ദിവസം ഫുഡ് കഴിക്കാൻ പറ്റണില്ല, അങ്ങനെ ഇങ്ങനെ മൊത്തം വീട്ടിൽ സമാധാനിപ്പിക്കൽ അങ്ങനെയൊക്കെ ആയപ്പോഴാണ് ഞാൻ കരച്ചിലായിരുന്നു. തീർച്ചയായിട്ടും വളരെ കരഞ്ഞു. ആ പടത്തിലെ നായകൻ ആരായിരിക്കും? ഏത് അതൊന്നും പറയൂല. അറിയാം, അതെന്തായാലും പറയില്ല. ഹിറ്റായിരുന്നു തീർച്ചയായിട്ടും. വളരെ വളരെ വലിയൊരു ഹിറ്റായിരുന്നു അത്. ഞാൻ ഇപ്പോഴാ പടം കണ്ടില്ല. അവിടെ നിന്നാണ് പിന്നെ ഒരു തീപ്പൊരി കയറുന്നത്. അതെ, പിന്നെ എന്തായാലും ഇത് എന്തെങ്കിലും ഒന്ന് തീരുമാനമാക്കിയേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് കാസ്റ്റിംഗ്സിന് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെ കിട്ടാത്തടത്ത് നിന്ന് മുന്നോട്ട് യാത്ര ചെയ്തു. പക്ഷെ കിട്ടിയതൊരു ഐറ്റം ആയിരുന്നു. പോയി. അതെ അതെ അതെ. ഇനിയിപ്പോ ഈ പടത്തിന്റെ ഓഡിഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? ഈ പടത്തിന്റെ ഓഡിഷൻ ദുബായിൽ വെച്ചിട്ടായിരുന്നു. മഹേഷ് സർ തന്നെയാണ് ഓഡിഷൻ ചെയ്തത്. അതൊക്കെ ഒരു ഭാഗ്യമല്ലേ? അതെ, തീർച്ചയായും ഭാഗ്യം എന്ന് ഇപ്പൊ പറയാം. അപ്പൊ നല്ല ടെൻഷനായിരുന്നു. മഹേഷ് സാറിന്റെ മുന്നിൽ തന്നെയായിരുന്നു ഓഡിഷൻ ചെയ്യാൻ. ഫസ്റ്റ് ടൈം ആണ് കാണുന്നത്? അതെ, നേരിട്ട് കാണുന്നത് ഫസ്റ്റ് ടൈം ആണ്. എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എനിക്ക് ഇങ്ങനൊരു ക്യാരക്ടർ ഉണ്ട്. അന്ന് പേരില്ല, ഈ മൂവിക്ക് നെയിം ഇല്ല, ജസ്റ്റ് ഒരു പ്രൊഡക്ഷൻ. മമ്മൂക്ക ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് മാത്രമേ അറിയുള്ളൂ. അത് പക്ഷെ എൻ്റെ ക്യാരക്ടർ എന്താണെന്ന് അറിയില്ലല്ലോ ആ ടൈമിൽ. അപ്പോൾ അവിടെ ചെന്ന് മഹേഷ് സാർ ഉണ്ടായിരുന്നു, ഒരാളും കൂടി ഉണ്ടായിരുന്നു. എന്നിട്ട് എനിക്കൊരു സ്ക്രിപ്റ്റ് തന്നു. അത് ഈ മൂവിയിലുള്ള ഒരു പോർഷൻ തന്നെയായിരുന്നു. എന്നിട്ട് അത് ആക്ട് ചെയ്യാൻ പറഞ്ഞു. ഫസ്റ്റ് ടേക്ക് പോയി. സാറ് ഒരു ന്യൂട്രൽ റെസ്പോൺസ്. അത് കഴിഞ്ഞ് പിന്നെ ഓരോന്ന് ക്യൂസ് തരാൻ തുടങ്ങി. ലൈക്ക് ഇങ്ങനെ ചെയ്ത് നോക്കൂ, ഒന്നും കൂടി ഒന്ന് ഇവിടെ ഒന്ന് പോസ് ചെയ്ത് നോക്കൂ, ഇവിടെ ഇത്ര സങ്കടം ആവശ്യമില്ല, കുറച്ച് സങ്കടം കുറക്കാം, ഇവിടെ ഒന്നും കൂടി ഒന്ന് പോസ് ചെയ്യണം. അങ്ങനെയൊക്കെ ആയി. ഐ തിങ്ക് അതായിരുന്നു സാറ് നോക്കിയിരുന്നത്. സാറ് തരുന്ന ഡയറക്ഷൻ
നമ്മൾ അബ്സോർബ് ചെയ്തിട്ട് തന്നെ തിരിച്ച് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞൊരു 5-6 ടേക്ക് പോയപ്പോഴേക്കും ഞാൻ തീരുമാനിച്ചു ഇത് എന്തായാലും കിട്ടുന്നില്ല, അതുകൊണ്ടായിരിക്കും ഇത്ര പ്രാവശ്യം റീടേക്ക് പോയത്. ഓക്കെ താങ്ക് യു, വിൽ കോൾ യു എന്ന് പറഞ്ഞ് പോയി, അത്രേ ഉള്ളൂ, അധികം സംസാരമൊന്നുമില്ല. അപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ വിളിക്കുമോ? 50-50. ഓക്കെ. കാരണം കുഴപ്പമില്ലാതെ പെർഫോം ചെയ്തെന്ന് എനിക്ക് തോന്നി. ബട്ട് ഇത്രയും വലിയൊരു മൂവി ആകുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ ആരൊക്കെ ഓഡിഷൻ ചെയ്തിട്ടുണ്ടെന്ന്. ഞാനൊരു ന്യൂ കമ്പറും കൂടി അല്ലേ, വേറെ റെഫറൻസസ് ഒന്നും പറയാനില്ലല്ലോ അതർ ദാൻ പെർഫോമൻസ് വീഡിയോസ്. അത് കഴിഞ്ഞൊരു 2 days കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് സെലക്റ്റഡ് ആണ്, ഇതാണ് ക്യാരക്ടർ, യു ആർ ഇൻ. പിന്നീട് തിയേറ്ററിൽ കണ്ടപ്പോൾ കിട്ടിയൊരു സന്തോഷം എന്തുവായിരുന്നു? ഇത് ആക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് അറിയായിരുന്നു ഈ ക്യാരക്ടർ എന്തായാലും കട്ട് ചെയ്ത് പോവില്ല. കാരണം ഇതിൻ്റെ ഒരു പിവറ്റൽ ഇൻപുട്ട് ടു പ്ലോട്ടാണ്. പക്ഷെ എത്രത്തോളം കാണിക്കും, ഇത് രജിസ്റ്റർ ആവോ, എത്രത്തോളം സ്ക്രീനിൽ നമ്മുടെ ഫേസ് വരുന്നുണ്ടോ, ഓഡിയൻസ് റിസീവ് ചെയ്യുന്നുണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതും പിന്നെ ഞാൻ തന്നെ ഒന്ന് കണ്ട് സമാധാനമായിട്ട് എല്ലാവരും അറിഞ്ഞാൽ മതി എന്നുള്ളൊരു ഇതിൽ ആയിരുന്നു. ഫസ്റ്റ് ഡേ ഇത് ഞാൻ ജസ്റ്റ് ഫാമിലിൻ്റെ കൂടെ പോയിരുന്ന് തിയേറ്ററിൽ ഇത് കണ്ട് നമ്മളുടെ ഫേസ് ആ സ്ക്രീനിൽ നമ്മുടെ പെർഫോമൻസ് കാണുമ്പോൾ അതൊരു മിക്സ്ഡ് ഇമോഷൻസ് ആണ്. അത് ഒരൊറ്റ ഇമോഷനായിട്ട് പറയാൻ പറ്റില്ല. നെർവസ്നെസ്, ഫിയർ, ഹാപ്പിനെസ്, പിന്നെ അത്രയും ഇയേഴ്സിൻ്റെ ഒരു ഹാർഡ് വർക്ക്. അതെ, ജസ്റ്റ് ഒന്ന് അപ്പം തന്നെ ചെയ്ത് കിട്ടിയാണല്ലോ. 5-6 yearsോളം ഇതിൻ്റെ പിന്നാലെ നിന്നിട്ട് കിട്ടിയതല്ലേ. അപ്പം അതിൻ്റെ ഒരു മൊത്തത്തിലൊരു കാത്തിരുന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ റിസൾട്ട് വരും. അതെ, തീർച്ചയായിട്ടും. പെർസിസ്റ്റൻസ്, പേഷ്യൻസ്, ഹാർഡ് വർക്ക്. അടിപൊളി. മമ്മൂക്ക, അത് പേടിയായിരുന്നു, സന്തോഷമായിരുന്നു, എന്തുവായിരുന്നു? ഞാൻ മമ്മൂക്കനെ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് ഇതിന്റെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ്. ഫസ്റ്റ് ഞങ്ങളുടെ ലൊക്കേഷൻ ഷാർജയിൽ വെച്ചായിരുന്നു. പുള്ളി ജസ്റ്റ് വിസിറ്റ് ചെയ്ത് പോയി. അന്ന് മീറ്റ് ചെയ്യാനോ സംസാരിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഞങ്ങളുടെ ഷൂട്ടിൻ്റെത് വരുന്നത് അസർബൈജാനിൽ വെച്ചാണ്. ആക്ച്വലി ഒന്ന് ക്ലോസ് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വന്നത്. പുള്ളിക്കാരുടെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത് വരുമ്പോൾ തന്നെ നമുക്ക് പേടിയില്ലെങ്കിലും വെറുതെ ഒരു ടെൻഷൻ വന്നു പോകും ചെറുതായിട്ട്. കാരണം അത്രയും ഒരു പേഴ്സണാലിറ്റി ആണല്ലോ. അപ്പോൾ ആ ഒരു ഫാൻ ഗേൾ നമ്മൾ കണ്ട് വളർന്ന ഒരാളെ നമ്മൾ സ്ക്രീനിൽ കാണുന്നു, നേരിട്ട് കാണുന്നു, പിന്നെ സീൻ ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമുക്ക് സീൻ മഹേഷ് സാർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. പക്ഷെ അങ്ങനത്തെ ഒരു സീനാണല്ലോ മൂവി കണ്ടവർ. അപ്പൊ നമുക്ക് ടെൻഷൻ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും പറയോ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് മമ്മൂക്ക. അപ്പൊ കുഴപ്പമില്ല, അങ്ങനെ ചെയ്തോളൂ, അങ്ങനെയാണല്ലോ മഹേഷ് സാർ പറഞ്ഞ പോലെ ചെയ്യൂ എന്ന് പറഞ്ഞ് അപ്പൊ ഒന്ന് ഓക്കെ ആയി. ടേക്ക് പോയി. ആദ്യത്തെ പ്രാവശ്യം ചെയ്തു, അപ്പോഴും കൈയൊക്കെ വറക്കുന്നുണ്ടായിരുന്നു. പിന്നെ 2-3 പ്രാവശ്യം പോയപ്പോ പിന്നെ കംഫർട്ടബിൾ വേറെ ആരും അല്ല. എങ്ങനെ വല്ലതും റെസ്പോണ്ട് ചെയ്യോ. പക്ഷെ മമ്മൂക്ക ഭയങ്കര പ്രൊഫഷണലാണ്. വൺസ് ദാറ്റ് ക്യാമറ സ്റ്റാർട്ട് നമുക്ക് ശരിക്കും മനസ്സിലാവും. പുള്ളിനെ കണ്ട് കുറേ പഠിക്കാനുണ്ട്. ജൽവ കണ്ടറിഞ്ഞ അടുത്തറിഞ്ഞ മമ്മൂക്ക എന്താണ്? മമ്മൂക്ക അധികം ആരോടും മിണ്ടാറില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു. പുള്ളി കുറച്ച് റിസർവ്ഡ് ആയിട്ട് സ്പേസിൽ ഇരുന്ന് മേ ബി പുള്ളിയുടെ സ്പേസ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതാണ്. ബട്ട് എനിക്ക് ഒരിക്കൽ പോലും ത്രൂ ഔട്ട് ദ ഷൂട്ട് എന്നോട് എന്നല്ല, പൊതുവെ ആരോടും അങ്ങനെ ഒരു ബിഹേവ് ചെയ്യുന്ന പോലെ എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. ഭയങ്കര ഇപ്പോഴും അത്രയും എനർജറ്റിക് ആയിട്ട്. ഇപ്പം മഹേഷ് സാർ കുഴപ്പമില്ല, നമുക്ക് ഇത് വെച്ചാൽ ഇല്ല റീടേക്ക് പോവൂ, നമുക്കത് എങ്ങനെയാ വേണ്ടതെന്ന് ഉദ്ദേശിച്ച പോലെ തന്നെ വേണം, സ്വന്തം പടം പോലെ ഏറ്റെടുത്ത് ചെയ്യുന്നു. അതെ, തീർച്ചയായും. അപ്പോൾ അത് ഭയങ്കര ഒരു ക്വാളിറ്റി തന്നെയാണ്. ഇത്രയും ഒരു സൂപ്പർ സ്റ്റാർ ആണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വീണ്ടും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എല്ലാ കോസ്റ്റാസിനെയും അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്. അഭിനയം മാത്രമല്ല, ജോലിയുണ്ട്. എന്താണ്? ഞാൻ ആർക്കിടെക്റ്റ് ആണ്, ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പൊ ഒരു 3 years ആയിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളൊക്കെ പടം കണ്ടോ? സുഹൃത്തുക്കളൊക്കെ പടം കണ്ടു. എന്താണ് അവരുടെ അഭിപ്രായം? അവരുടെ നല്ല അഭിപ്രായം. ഓവറോൾ മൂവിയിൽ ഒരു നല്ലൊരു സ്ക്രീൻ സ്പേസ്, നല്ല ക്യാരക്ടർ ചെയ്യാൻ പറ്റി. പെർഫോമൻസ് ചെറുതാണെങ്കിലും മിനിമൽ ആണെങ്കിലും നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ടതിന്റെ സന്തോഷം. കുറെ പേർക്ക് അറിയില്ലായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ആ ഷോക്കിന്റെ സന്തോഷം, സർപ്രൈസ്, അങ്ങനെ മിക്സ്ഡ് ആയിട്ട് നല്ല റിവ്യൂസ് ആണ് ഓവറോൾ. ഓക്കെ. ഏത് നടന്റെ കൂടെ അഭിനയിക്കണമെന്ന് ഏറ്റവും ഭയങ്കര ആഗ്രഹം? ഏറ്റവും ഭയങ്കര ആഗ്രഹം ഞാൻ ഇപ്പോൾ ഓൾറെഡി ചെയ്തല്ലോ. ചെയ്യണം. ഇപ്പോ ഐ തിങ്ക് നസ്ലിൻ ഒരു ഇൻട്രസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ ആക്ടിങ്. നസ്ലിൻ കാണുന്നുണ്ടെങ്കിലല്ലേ കാത്തിരിപ്പുണ്ട്. ഓക്കെ. വീട്ടിലൊക്കെ സപ്പോർട്ടാണോ? വീട്ടിൽ നല്ല സപ്പോർട്ടീവാണ്. ജോലിയോടൊപ്പം ഇത് കൊണ്ടുപോകാൻ പാടാണോ അഭിനയം? കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം 9 to 5 ജോബ് തന്നെയാണല്ലോ. ഞാനൊരു കോർപ്പറേറ്റിലാണ് വർക്ക് ചെയ്യുന്നത്.
അപ്പോൾ ഇത് കഴിഞ്ഞ് വീക്കെൻഡ്സ് ഒരു 2 days അല്ലേ ഓഫ് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഈ കാസ്റ്റിങ്സിന് അപ്ലൈ ചെയ്യണം, പെർഫോമൻസ് വീഡിയോസ് അയക്കണം, ഈ എനർജി മെയിൻറ്റെയിൻ ചെയ്യണം, റെസ്പോണ്ട് ചെയ്യണം, ഒരു ഫുൾ 24/7 ആക്റ്റീവായിരിക്കണം. ഡയറക്ടറെ കണ്ടൊരു മാജിക് എന്തുവാ? പുള്ളി ഒരു പെർഫെക്ഷനിസ്റ്റ് ആണ്. പുള്ളിക്ക് വളരെ ക്ലിയർ ആണ്, നല്ല വ്യക്തമായ ധാരണ ഉണ്ട് പുള്ളിക്ക് എന്താ വേണ്ടതെന്ന്. അപ്പം നമ്മൾക്ക് ആസ് പെർഫോമേഴ്സ് അല്ലെങ്കിൽ ആക്ടേഴ്സ് ജസ്റ്റ് പോയി പുള്ളി പറയുന്ന ഇതനുസരിച്ചിട്ട് നമ്മൾ എനർജറ്റിക് ആയിട്ട് അതിലോട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതൊരു എനിക്ക് പിന്നെ കമ്പയർ ചെയ്യാൻ വേറെ ഇതില്ല, എന്നാലും അത് ഭയങ്കര കംഫർട്ടബിൾ ആക്കും നമ്മൾ ആസ് എ പെർഫോമേഴ്സ്. ആ ഒരു ക്ലിയർ ഡയറക്ഷൻ, ക്ലിയർ പെർസ്പെക്റ്റീവ് ഓഫ് വാട്ട് ഹി വാണ്ട്സ്. ഒരുപാട് പരാതികളൊക്കെ കേട്ടിട്ടുണ്ടോ ലൈഫിൽ? അഭിനയം നടക്കുന്ന പരിപാടിയാണോ? അത് ഇപ്പോൾ ഏതൊരു വ്യക്തിക്കാണെങ്കിലും അവർക്ക് അവരുടെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, ഫ്ലോസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അതെല്ലാവർക്കും ഉണ്ട്. അതിൽ പിടിച്ച് കളിയാക്കാനും വലിച്ചു താഴെടാനും കുറേ ആൾക്കാരുണ്ടാവും. നമ്മൾ അങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടാണല്ലോ ഒരു നിലയിൽ എത്തുന്നത്. കളിയാക്കിയിട്ടുണ്ട്, തീർച്ചയായിട്ടും കളിയാക്കി. എന്തൊക്കെ വാക്കുകളാ പറയുന്നത്? അല്ല, അത് നമ്മൾ നെഗറ്റീവ്സിലോട്ട് ഇപ്പൊ പോണോ? എന്തായാലും കളിയാക്കിയിട്ടുണ്ട്. അപ്പൊ കളിയാക്കുമ്പോ അവരോട് നമ്മൾ റെസ്പോണ്ട് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾക്ക് നമ്മളെ ജേർണി കണ്ടിന്യൂ ചെയ്ത് പ്രൂവ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോൾ അന്നാ കളിയാക്കിയ ആൾക്കാരും അന്നാ നെഗറ്റീവ്സ് പറഞ്ഞ ആൾക്കാർക്ക് ഇപ്പൊ ഓൾറെഡി ഒരു റെസ്പോൺസ് ആയില്ലേ? അങ്ങനെയുള്ളവർ വിളിച്ചോ? വിളിക്കൂലല്ലോ, അവര് കണ്ടിട്ടുണ്ടല്ലോ, അത് മതി. ഇതിനപ്പുറം എന്തോ വേണം? അതെ, അത് മതി. ഈ വീട്ടുകാർക്കൊക്കെ അറിയായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ ഒരു പടത്തിൽ എത്തും എന്റെ മോളെന്ന്? എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് ചെറിയൊരു ഇതെങ്കിലും ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ്. അവരാണ് എൻ്റെ മെയിൻ സപ്പോർട്ട് സിസ്റ്റം. ജൽവയെ സപ്പോർട്ട് ചെയ്ത, ജൽവയുടെ കൂടെ നിന്ന, പടം കണ്ട് ഇഷ്ടപ്പെട്ട പ്രേക്ഷകരോട് എന്താ പറയുള്ളേ? പേട്രിയറ്റ് മൂവി ഞാൻ ഓണസ്റ്റ്ലി ഇപ്പോൾ ഒരു ഫീഡ്ബാക്ക് തരികയാണെങ്കിൽ വളരെ മിക്സ്ഡ് റിവ്യൂസ് ആയിട്ട് വരുന്ന ഒരു മൂവിയാണ്. ബട്ട് അത് ഇപ്പോഴത്തെ കാലത്ത് വളരെ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് അഡ്രസ്സ് ചെയ്തൊരു മൂവിയാണ്. അപ്പോൾ ഈ ഒരു മൂവി നമ്മൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ തന്നെ ഇരുന്ന് കാണണം, അങ്ങനെ അത് അപ്രോച്ച് ചെയ്യണം. പിന്നെ ഇതൊരു കംപ്ലീറ്റ്ലി ഒരു ലാർജ് സ്കെയിൽ വിഷനറി ആയിട്ടുള്ളൊരു ടീം ചെയ്തൊരു മൂവിയാണ്. അപ്പോൾ അത് കാണുക, അത് അബ്സോർബ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾക്ക് ഇനിയും ഇതേപോലത്തെ നല്ല മൂവീസ് വരും. അതിന് ഓഡിയൻസ് ആണ് അത് സ്വീകരിക്കേണ്ടത്. ഓഡിയൻസ് ഉണ്ടെങ്കിൽ നമ്മളുള്ളൂ. അതെ, ഓഡിയൻസ് ആണ് മെയിൻ. അപ്പോൾ അത് മനസ്സിലാക്കി ആ ഒരു പെർസ്പെക്റ്റീവിൽ ഈ മൂവി അപ്രോച്ച് ചെയ്തിട്ട് കാണണം എന്നുള്ളതാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ക്യാരക്ടർ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒരു ഫീഡ്ബാക്കോ റിവ്യൂസോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം തന്നെ ധാരാളം. ശരിയാണ് സാറേ, ആളുടെ മെയിൻ അല്ലേ? ആണോ? അടിപൊളി. താങ്ക് യു. അപ്പം ഇനി ഒരുപാട് പടങ്ങൾ, ഒരുപാട് ക്യാരക്ടർ തേടി വരട്ടെ. മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.